വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്ത് മഴയാലേ എല്ലായിടത്തും. ഇവിടെ നല്ല മഴയാണ്. ഇന്ന് രാവിലെയൊക്കെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനിതാ ഇവിടെ കുഴപ്പമൊന്നുമില്ല, സേഫായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് മോളുടെ പിറന്നാളാണ്, നക്ഷത്ര പിറന്നാളാണ്. കർക്കിടക മാസത്തിലെ ചതയം നക്ഷത്രമാണ് മോള്. അപ്പോൾ അതാ രാവിലെ തന്നെ നല്ല മഴയാണ്. പോരാത്തതിന് കറണ്ടും ഇല്ലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്കായിട്ട് കറണ്ട് ഇങ്ങനെ പോവുമായിരുന്നേ. അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ വേഗം ഞാൻ സാമ്പാറിനും ചെറിയൊരു സദ്യ ഉണ്ടാക്കാമെന്ന് കരുതി, പിറന്നാളാണല്ലോ. അപ്പോൾ അതാ സാമ്പാറും അവിയലിനും ഒക്കെ ഉള്ള ഒരുക്കങ്ങൾ നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രാവിലെ ചായക്കുള്ളതും കൂടെ ഒന്ന് ഒരുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറിനുള്ളതും എല്ലാം ആക്കിയിട്ട് എന്നിട്ടൊന്ന് അമ്പലത്തിൽ പോകണമെന്ന് കരുതുകയാണ്. അപ്പം ഒരുവിധം ജോലികളൊക്കെ ഒന്ന് മോളെ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഒതുക്കി വെക്കാമെന്ന് കരുതി. പിന്നെ വലിയ ഫംഗ്ഷനായിട്ടൊന്നും കഴിക്കുന്നില്ല. എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഏട്ടൻ്റെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ പരിപാടിയായിട്ടൊന്നും കഴിക്കുന്നില്ലേ. മോൻ്റെ ബർത്ത്ഡേ ഞങ്ങളങ്ങനെ ആഘോഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മോളത് ജസ്റ്റ് ഒന്ന് എല്ലാവരോടൊന്നുമില്ല, അങ്ങനെ ചെറിയ തോതിലൊന്ന് ആഘോഷിക്കാമെന്ന് കരുതി. അപ്പോൾ അതാ കിച്ചണിലെ പണിയിൽ ഇടയ്ക്ക് മോള് എഴുന്നേറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പണികളൊന്നും എനിക്ക് സ്പീഡിൽ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ആൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാലിൻ്റെ അടിയിലുണ്ടാവും. ഇങ്ങനെ വന്നിരുന്ന് ഇരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചണിൽ മോള് വന്നിരിക്കുമ്പം ജോലികൾ സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതാ വേഗം ചോറിനുള്ളതും കൂടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അമ്പലത്തിൽ പോകാൻ വേണ്ടി നോക്കാമെന്ന് കരുതിയേ. നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാലേ അത് റെഡിയായി എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി നോക്കുകയാണേ. നല്ല മഴ ആയതുകൊണ്ട് തന്നെ മഴയൊന്ന് കുറയുമെന്ന് കരുതി കുറേ അധികം സമയം വെയിറ്റ് ചെയ്തു കേട്ടോ. അത് അത്യാവശ്യം നേരം വൈകിട്ടാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം അതാ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ്റെ ചേച്ചിമാരും അമ്മയും മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരൊക്കെ മോളെ എടുത്തിട്ട് കളിക്കണേ. ഇത് ഞങ്ങൾ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ടുണ്ടായ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഉള്ളതൊന്നും എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതാ മോളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ചേച്ചീൻ്റെ മക്കളാണ്, മുമ്പുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാ മോളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് ആൾക്ക് ചെറിയൊരു സദ്യ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെയായിരുന്നു കേട്ടോ. വൈകിട്ടാവുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛനൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നല്ല മഴയാണല്ലോ, അപ്പോൾ രാത്രിയാകുമ്പം എല്ലാവർക്കും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് രാവിലെ തന്നെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ മോള് സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ എല്ലാവരും ചുറ്റും നോക്കിയിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല സന്തോഷമാണ്. ആൾ കളിക്കുന്നതെന്ന് നോക്കി ഇങ്ങനെ എല്ലാവരും നോക്കിയിരുന്നാൽ നല്ല സന്തോഷമാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടപ്പം കൈയൊക്കെ കൂട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ പപ്പടവും ക്യാരറ്റും ഒക്കെ ആയിട്ട് ഇരുന്ന് കളിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് പായസമൊക്കെ കൂട്ടി ചോറ് വാരി കൊടുത്തു കേട്ടോ. കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ സ്ഥിരം പണി തുടങ്ങി, തുപ്പൽ തുടങ്ങി. അതോടുകൂടി അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ വലിയവരൊക്കെ ഒന്ന് കഴിക്കാനിരിക്കാമെന്ന് കരുതി. കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴേക്കും കറണ്ട് വന്നും പോയും കളിച്ചപ്പം പിന്നെ ഫുഡ് കഴിക്കട്ടെ എന്ന് കരുതി. എല്ലാവർക്കും പോകാനുമുണ്ട്, നല്ല മഴയാണ്. അപ്പം വൈകിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ചേച്ചിമാരൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ ജോലികളൊക്കെ ഞാൻ തീർക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കറണ്ട് എന്നെ പറ്റിച്ചു. അതുപോലെ തന്നെ മോളും നേരത്തെ എഴുന്നേറ്റ് കാരണം പായസമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പ്രവിഷൻ്റെ ചേച്ചിമാരാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ ഏട്ടനാണ്, ഏട്ടനും ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മക്കൾ ഇവിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. മോൾക്ക് കിട്ടിയ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വരുമ്പോൾ മോൾക്ക് ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് മക്കൾ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. അതിനുശേഷം അതാ മോളെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ എല്ലാവരും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ അതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണേ. നമ്മൾ ഈ വോളിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ബാനർ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. കൊടുത്തിട്ടുള്ള ഒരു എമൗണ്ടിന് വർത്തായിട്ടുള്ള ഐറ്റമാണ്. അത്ര വലിയ റേറ്റ് ഒന്നുമില്ല, 100 200 അങ്ങനെ എന്തോ എമൗണ്ടേ വരുന്നുള്ളൂ. സംഭവം സൂപ്പറാണ്. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് വെക്കാനും വേണ്ടി പറ്റും. അതുപോലെ തന്നെ പിന്നെ എക്സ്ട്രാ ഡെക്കറേഷൻ ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പണി കഴിഞ്ഞ് സിമ്പിളുമാണ്. പിന്നെ നമ്മൾ കുറച്ച് ബലൂൺസൊക്കെ ഒന്ന് വാങ്ങി ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇത്രയ്ക്കും സൂപ്പറാണെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സംഭവം സൂപ്പറാണ്. അപ്പോൾ വേണ്ടവരൊക്കെ വാങ്ങിക്കോളൂ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോൾ ചെറുതായിട്ടൊന്ന് വാശി കാണിച്ചിട്ടുണ്ടായിരുന്നേ. വേറെ ഒന്നിനല്ല, ആ ഒരു കത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചെറിയ കഷ്ണം കേക്കൊക്കെ മോൾക്ക് വായിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ മോനെ അവളൊന്ന് കടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു വട്ടം കൊടുത്തപ്പോൾ അവൻ്റെ കേക്ക് അവൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ്. ആ കൊടുത്തപ്പം കൂട്ടത്തിലൊരു കടിയും കൂടെ അങ്ങ് കൊടുത്തു കേട്ടോ. പിന്നെ അവൻ്റെ അനിയത്തിക്കുട്ടീൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കടിയായതുകൊണ്ട് അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞേരെ ഏട്ടനത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ, എല്ലാവർക്കും കൊടുക്കാനൊക്കെ ആയിട്ട്. ഇതിലുള്ള കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. മോൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആളും ഇത് നോക്കി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മഴയ്ക്കൊക്കെ ചെറിയൊരു കുറവ് കണ്ടപ്പം എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. ഏട്ടൻ്റെ ചേച്ചിമാരും മക്കളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ്റെ അമ്മ ഇപ്പം പോയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ അവരെയൊക്കെ ഇവിടെ ആക്കിയതിന് ശേഷം ഒരു കല്യാണത്തിന് പോയതായിരുന്നു. അപ്പം പോയിട്ട് ഇവിടേക്ക് തന്നെ വരുന്നു പറഞ്ഞതുകൊണ്ട് തന്നെ അമ്മ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ എൻ്റെ ചേച്ചിയും പോയിട്ടുണ്ടായിരുന്നില്ല, അച്ഛനും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മോളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഏട്ടൻ്റെ അമ്മയും പോയി, അച്ഛൻ വന്നപ്പം അമ്മയും പോയി. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയും അച്ഛനൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പിറന്നാൾ വിശേഷങ്ങൾ. കൂടുതലായിട്ടൊന്നും എനിക്ക് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.